ഭാരതത്തിൽ ക്ഷേത്രങ്ങൾ സമഗ്ര ജീവിത വിജയത്തിൻ്റെ കേന്ദ്രബിന്ദുക്കളാണ്. വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ഭൗതികവും ആത്മീയവുമായ കർമ്മകേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ചൈതന്യവത്തായ ഈ സ്രോതസ്സുകളാണ് ചിരപുരാതനമായ ഭാരതീയ സംസ്കൃതിക്ക് നിത്യ നൂതനത്വം നൽകുന്നത്. ഭാരതീയ ഈശ്വര സങ്കല്പം പോലും അത്യാധുനിക രസതന്ത്രവും ജീവശാസ്ത്രവും ഊർജതന്ത്രവും ചേർന്നതാണെന്ന് വ്യക്തമാകുന്നു. ഈ ചൈതന്യ സ്രോതസ്സുകളെക്കുറിച്ച് ഭാരതീയർ അറിയണം. ഹൃദയത്തിൽ ഈ പ്രഭ നിറയ്ക്കണം. ഞാൻ ആരാണെന്നും എൻ്റെ വിശ്വാസം എന്താണെന്നും ശാസ്ത്രീയമായി അറിയണം. ചിരപുരാതന സംസ്കൃതിയുടെ നിത്യ നൂതനത്വത്തിന് കാരണം ഭാരതാംബയുടെ മക്കൾ അറിയേണ്ടതാണെന്ന് ബോധ്യപ്പെടണം. ഡോക്ടർ ഗോപാലകൃഷ്ണൻ ഭാരതീയ ചിന്താധാരയെ ശാസ്ത്രീയമായി അപഗ്രഥിക്കുന്നു. ഭാരതീയ ഈശ്വര സങ്കല്പം എവിടെ നിന്ന് ആരംഭിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ മാത്രമേ ഇന്നത്തെ ഇവിടത്തെ യജ്ഞത്തിൻ്റെ മഹത്വം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ആ ഈശ്വരീയ സങ്കല്പത്തിൻ്റെ ആരംഭസൂത്രം മഹാനാരായണ ഉപനിഷത്തില് അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാ ഗുഹായാം നിഹിതോസ്യ ജന്തോ എന്ന വരിയിലാണ് ഭാരതീയ ചിന്താധാരകള് ഈ ക്ഷേത്രം പോലെ എപ്പോഴെല്ലാം ഒന്ന് തളർന്നിട്ടുണ്ടോ, ഒന്ന് വാടിയിട്ടുണ്ടോ, ഒന്ന് ശയ്യാവസ്ഥയിലേക്ക് നീങ്ങിയിട്ടുണ്ടോ, അപ്പോഴെല്ലാം ആരെങ്കിലും അവിടെ അവതരിച്ച് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം, എപ്പോഴെല്ലാം ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി സംഭവിക്കേണ്ടതെല്ലാം ഞാൻ സംഭവിപ്പിക്കും. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സംഭവാമി, അഹം സംഭവാമി, ഞാൻ അത് ചെയ്യിക്കും. ഈ ക്ഷേത്രം ഒരു 4 വർഷങ്ങൾക്ക് മുൻപ് ഏതാണ്ട് അനാശാസ്യ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രബിന്ദുവായി പ്രവർത്തിച്ചിരുന്നു എന്നറിഞ്ഞതിൽ നിന്ന് ഈ 1100 ദിവസങ്ങൾക്ക് ശേഷം ഇത്രയും ഉജ്ജ്വലമായി വരാൻ കാരണം ഞാനോ നിങ്ങളോ മാത്രമല്ല, എൻ്റെയും നിങ്ങളുടെയും പുറകിൽ പ്രവർത്തിക്കുന്ന ചൈതന്യമുണ്ടല്ലോ, ആ ചൈതന്യം നമ്മളെ കൊണ്ട് ചെയ്യിച്ചതാണ്. ധർമ്മത്തിന് അപകീർത്തി സംഭവിക്കുമ്പോൾ, ഗ്ലാനി സംഭവിക്കുമ്പോൾ, ക്ഷേത്രത്തെ ഉദ്ധരിച്ചില്ലെങ്കിൽ ഇതിന് ചുറ്റുപാടും താമസിക്കുന്ന ജനതതി അവരുടെ മൊറാലിറ്റിയെ കുറിച്ച് ചോദ്യത്തിനത്തിന് ഉത്തരം പറയേണ്ടി വരുമെന്ന് അവസ്ഥയിലേക്ക് എത്തിച്ചപ്പോൾ അവരെ കൊണ്ടത് ചെയ്യിച്ചതുപോലെ ഭാരതീയ ചിന്താധാരകള് ഒരു 11,000 വർഷത്തെ പാരമ്പര്യത്തോടുകൂടി ഗംഗാനദി ഒഴുകുന്നത് പോലെ ഒഴുകിക്കൊണ്ടുവരുന്ന സമയത്ത് ചില സമയത്തെല്ലാം അതിനും ഗ്ലാനി സംഭവിച്ചിട്ടുണ്ട്. ആ ഗ്ലാനി സംഭവിക്കുമ്പോഴെല്ലാം ഒന്നുകിൽ ഒരു വ്യക്തി വരും, അല്ലെങ്കിൽ ഒരു സമൂഹം വരും, അല്ലെങ്കിൽ അറിവുള്ള ഒരു കൂട്ടം ജനതതി മുമ്പോട്ട് വരും അതിനെ ഉദ്ധരിക്കാൻ. ഈ സനാതന ധർമ്മത്തില് അതുണ്ടാകാൻ ഒരു കാരണമുണ്ട്. ക്ഷേത്രം മുതൽക്ക് നമ്മുടെ ആചാരം വരെ വിശ്വാസവും വിചാരങ്ങളും വികാരങ്ങളുമെല്ലാം ആധുനിക ശാസ്ത്രത്തിൻ്റെ അനാലിറ്റിക്കൽ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചാൽ പോലും 100% ശാസ്ത്രീയമായതുകൊണ്ട് ശാസ്ത്രം പ്രമാണമിത്യുച്യതേ, ശാസ്ത്രമാണ് പ്രമാണമായി നിലനിൽക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് ഭാരതീയ ചിന്താധാരയുടെ ഈശ്വര സങ്കല്പം ഇന്നും ആദ്യത്തെ വരിയായ അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാ ഗുഹായാം നിഹിതോസ്യ ജന്തോ എന്ന ഉജ്ജ്വലമായ ചൈതന്യവത്തായ ആ ഉപനിഷത്ത് വാക്യത്തിൽ നിന്നാരംഭിക്കുന്നു. ലോകത്തിൽ അനവധി ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മങ്ങൾക്കെല്ലാം ഒരു ഈശ്വര സങ്കല്പവുമുണ്ട്. ആ ഈശ്വര സങ്കല്പം ഭൗതികതയുടെ നിലവാരത്തിൽ നിന്ന് 1, 2, 3 ഇഞ്ചിൽ കൂടുതൽ വേരുറയ്ക്കാൻ താഴത്തേക്ക് പോയിട്ടില്ല. പക്ഷേ ഭാരതീയ ചിന്താധാര അതല്ല.
ഈശ്വര സങ്കല്പം തുടങ്ങുന്നത് തന്നെ തിയറട്ടിക്കൽ ഫിസിക്സിൽ നിന്നാണ്. അണോരണിയാൻ എന്ന വാക്കില് പരമാണുവിലെ ഈശ്വരനെ കണ്ടവരാണ് ഭാരതീയര്. ആറ്റത്തിൽ എവിടെയാ ഈശ്വരനെ കാണാൻ സാധിക്കുക? ശ്രീകോവിലിനകത്തല്ലേ ഈശ്വരനുള്ളത്? ഹരിദ്വാറിലല്ലേ ഈശ്വരനുള്ളത്? ശബരിമലയിലും തിരുപ്പതിയിലുമല്ലേ ഈശ്വരനുള്ളത്? ഹിന്ദുവിന്റെ ഈശ്വരൻ, ഭാരതീയ ചിന്താധാരയുടെ അനുഷ്ഠാന പന്ഥാവിലൂടെ ചരിക്കുന്ന 100 കോടി ജനതധിയുടെ ഈശ്വര സങ്കല്പത്തിന്റെ ആരംഭം ആറ്റത്തിലാണ്. ഒരു പരമാണുവിനകത്ത് നടക്കുന്ന നിത്യചലനം, ഉജ്ജ്വലമായ നീല നിറം, ഇലക്ട്രോണുകളുടെ ട്രമൻഡസ് വെലോസിറ്റി, അതിനെല്ലാം കാരണഭൂതമായിരിക്കുന്നത് ഈശ്വര ചൈതന്യമാണെന്ന് യജുർവേദം എഴുതിയ കാലത്ത് ഋഷിവര്യന്മാര് പറഞ്ഞിരുന്നു. എങ്കിൽ 21ാം നൂറ്റാണ്ടിലേക്ക് കടന്ന് 16 ദിവസം കഴിഞ്ഞിരിക്കുന്ന ലോകത്തിന്റെ മുമ്പില് ആറ്റത്തിനകത്ത് ഈശ്വരൻ ഉണ്ട് എന്ന് തിയറട്ടിക്കൽ ഫിസിക്സ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പ്രൊഫസർമാർ അംഗീകരിച്ചിരിക്കുന്നു. കാരണം അതിനകത്തുള്ള ഇലക്ട്രോണുകളുടെ ദിശാബോധം ആരാണ് കൊടുത്തത് എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇന്ന് പ്രൊഫസർമാർക്ക് സാധ്യമല്ല. അവര് പറയും അത് പ്രകൃതി നിയമമാണെന്ന്. ആ പ്രകൃതി നിയമത്തെയാണ് ഭാരതീയര് സഹസ്രാബ്ദങ്ങളായി ഈശ്വരനായി കണ്ടിരുന്നത്, ഈശ്വര നിയോഗമായി കണ്ടിരുന്നത്, പ്രകൃതിയുടെ നിയമമായി കണ്ടിരുന്നത്. അണോരണിയാൻ പറഞ്ഞിട്ട് മഹാരുദ്ര യജ്ഞത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് രണ്ടാമത്തൊരു വാക്കവര് പറഞ്ഞിട്ടുണ്ട്. മഹതോ മഹീയാൻ, മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായതിൽ ഈശ്വര ചൈതന്യമുണ്ട് എന്ന് ഭാരതീയ ഋഷിവര്യന്മാര് പറഞ്ഞു. അത്യുജ്വലമായ ഈ പ്രപഞ്ചത്തില് ഓരോ ഗോളങ്ങളും, ഓരോ നക്ഷത്രങ്ങളും, ഓരോ സാറ്റലൈറ്റുകളും നിരന്തരം അത്യുജ്വലമായ വേഗതയില് സ്വയം ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയും അതാത് സോളാർ സിസ്റ്റത്തിലെ സൂര്യനെ ഭ്രമണം ചെയ്യുകയും ചെയ്യുന്ന ഈ പ്രക്രിയയ്ക്ക് ആധാരഭൂതമായിരിക്കുന്ന ചൈതന്യം എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ഓരോ ഗ്രഹത്തിനോടും ചെന്ന് ചോദിക്കുക. ആ ഗ്രഹം പറയും, എനിക്ക് അറിഞ്ഞുകൂടാ, ഈ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടിയതാണ് എൻ്റെ ചൈതന്യം. ഈ ഭൂമി കറങ്ങി കറങ്ങി സൂര്യനെ പ്രദക്ഷിണം വെക്കുന്ന കൃത്യപന്ഥാവ് സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഭൂമി പറയും, എനിക്ക് അറിഞ്ഞുകൂടാ, എന്നെ സൃഷ്ടിച്ചതിന് ശേഷം എന്നോട് സൂര്യന് പ്രദക്ഷിണം വെക്കാൻ പറഞ്ഞു. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലത്തിലേക്ക് ഞാൻ ജൂലൈ 3-ാം തീയതി എത്തും. സൂര്യനോട് ഏറ്റവും അടുത്ത് ജനുവരി 3-ാം തീയതി ഞാൻ വരും. സൂര്യനോട് ഏറ്റവും അടുത്തും ഏറ്റവും അകലവും പോകുന്ന 2 എലിപ്റ്റിക്കൽ ബിന്ദുവിലൂടെ ഒരു ഉജ്ജ്വലമായ എലിപ്റ്റിക്കൽ സർക്കിളിലൂടെ നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കാൻ പറഞ്ഞ പ്രകൃതി നിയമം അത് ഞാൻ അനുഷ്ഠിക്കുന്നു എന്ന് പറയുമ്പോൾ ആധുനിക ശാസ്ത്രജ്ഞനോട് ചോദിക്കുക, എന്താ ഈ ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാത്തത്? എന്താ ഗ്രഹങ്ങൾ അതിനെ ഇഷ്ടമനുസരിച്ച് പോകാത്തത്? എന്താ സൂര്യൻ കൃത്യം രാവിലെ 6:52 ഉദിക്കുന്നത്? ഈ സോളാർ സിസ്റ്റം മുഴുവനും 72,000 കിലോമീറ്റർ/അവർ വേഗതയിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് ഡയറക്ടറുടെ നിർദ്ദേശമനുസരിച്ചാണെന്ന് ചോദിച്ചാൽ അവരെല്ലാം പറയും, ആരോ ഞങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ആരോ ഞങ്ങളോട് ഇതെല്ലാം ചെയ്യാൻ അനുശാസിച്ചിട്ടുണ്ട്. അത് ഹിന്ദുവിന്റെ ഭാഷയില് ഭാരതീയ ചിന്താധാരയുടെ അടിസ്ഥാന ശിലയിൽ പറയുന്ന ഈശ്വര സങ്കല്പമാണ്. ഇന്ന് ഇവിടെ നടത്തിയ രുദ്രത്തില്, രുദ്രയജ്ഞ രുദ്രമന്ത്രത്തില് നമസ്തേ രുദ്രമന്യവൗതോതയിഷവേ നമഃ, നമസ്തേ അസ്തു ധന്വനേ ബാഹുഭ്യാമുതേ നമഃ എന്നു തുടങ്ങുന്ന രുദ്രമന്ത്രത്തില് ഈ പ്രപഞ്ച ചൈതന്യത്തെ ആവാഹിച്ചൊരു മന്ത്രം ചൊല്ലുണ്ട്. ശ്രീസം ചമേ ശ്യാമം ചമേ ത്രപുശ്ചമേ. ഈയത്തിന് നമസ്കാരം പറഞ്ഞു, ചെമ്പിന് നമസ്കാരം പറഞ്ഞു, ഹിരണ്യഞ്ചമേനാമയശ്ചമേ, സ്വർണത്തിന് നമസ്കാരം പറഞ്ഞു. കാരണം പ്രകൃതിയുടെ സൃഷ്ടിയുടെ ഭാഗമായ ഈ ഭൂമിയുടെ ഒരംശം അത് സ്വർണമാണ്, അത് ഈയമാണ്, അത് കോപ്പറാണ്, അത് ലെഡാണ്. അതുകൊണ്ട് ഞാൻ അതിന് നമസ്കാരം പറയുന്നു. അതുകൊണ്ട് ഈ പ്രപഞ്ച ശക്തിയെ ബ്രഹ്മാ മുരാരി ത്രിപുരാന്തകാരി, ഭാനു
ശശി ഭൂമിസുതോ ബുധശ്ച ഗുരുശ്ച ശുക്രശ്ച ശനി രാഹുകേതവ കുർവന്തു സർവേ മമ സുപ്രഭാതം എന്ന് പറഞ്ഞ് ബുധനും ശുക്രനും ഗുരുവിനും ശനിക്കും രാഹുവിനും കേതുവിനും ചന്ദ്രനും സൂര്യനും നമസ്കാരം പറഞ്ഞു. കാരണം പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ആ നിയമമനുസരിച്ച് പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ഭാഗമായിരിക്കുന്ന വസ്തുക്കളെ എല്ലാം നമസ്കരിക്കുന്ന ആ ചൈതന്യത്തോടു കൂടി ഈ കലശത്തിന് കർപ്പൂരം വെച്ച് ഒഴിയുമ്പോൾ ഒരു മന്ത്രം പറഞ്ഞിട്ടുണ്ട്. ധ്രുവാദ്യൗഹു ധ്രുവാ പൃഥിവി ധ്രുവാ സപർവതാ ഇമേ ധ്രുവം വിശ്വമിതം ജഗത് ധ്രുവോ രാജാ വിശാമയം ധ്രുവം തേ രാജാ വരുണോ ധ്രുവം ദേവോ ബൃഹസ്പതി ധ്രുവം ത ഇന്ദ്രശ്ച അഗ്നിശ്ച രാഷ്ട്രം ധാരയതാം ധ്രുവം. ആ കർപ്പൂരം ഒഴിയുമ്പോൾ എന്നെയും എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും പാറശാലയിൽ ജീവിക്കുന്ന എല്ലാ ജനങ്ങളെയും സുഖസമൃദ്ധമായി ഭക്ഷണം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചില്ല. പകരം ഈ പ്രപഞ്ചഗോളങ്ങൾ മംഗളം വർഷിക്കട്ടെ. ധ്രുവാദ്യൗഹു ധ്രുവാ പൃഥിവി, ഈ ഭൂമി മംഗളകരമായി ഇരിക്കട്ടെ. ധ്രുവാസ പർവതായിമേ, ആ പർവ്വതങ്ങൾ മംഗളകരമായിരിക്കട്ടെ. ധ്രുവം വിശ്വമിതം, ഈ വിശ്വം മുഴുവനും മംഗളകരമായിരിക്കട്ടെ. ധ്രുവം തേ രാജാ വരുണോ, രാജാവ് മംഗളകരമായിരിക്കട്ടെ, വരുണൻ മംഗളകരമായിരിക്കട്ടെ. ധ്രുവം ദേവോ ബൃഹസ്പതി, ദേവന്മാരു പോലും മംഗളകരമായിരിക്കട്ടെ. ബൃഹസ്പതി എന്ന ദേവഗുരു മംഗളകരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭാരതീയ ചിന്താധാരയില് പ്രപഞ്ചത്തെ മുഴുവനും പൂജിക്കാൻ ആദ്യം പറഞ്ഞ ഉപനിഷത്തിലെ രണ്ടാമത്തെ വാക്ക് മഹതോ മഹീയാൻ. അതുകൊണ്ട് സൂര്യനെ നോക്കി, പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗമായ സൂര്യനെ നോക്കി ഞാൻ രണ്ട് കൈയും കൂപ്പി പ്രാർത്ഥിച്ചു. യോജനാനാം സഹസ്രേ ദ്വേ ദ്വേഷതേ ദ്വേ ജയോജനേ ഏകേന നിമിഷാർദ്ധേന ക്രമമാണ് നമോസ്തുതേ. അർത്ഥം 2202 യോജന വേഗത്തിൽ ഒരു നിമിഷത്തിന്റെ പകുതി സമയം കൊണ്ട് പ്രകാശരശ്മിയെ അവിടെ നിന്ന് ഇങ്ങോട്ടയക്കുന്ന സൂര്യദേവ അങ്ങയ്ക്ക് നമസ്കാരം. ന്യൂട്ടൺ പ്രകാശം സഞ്ചരിക്കുന്നു എന്ന് കണ്ടുപിടിച്ചതിന് 300 വർഷങ്ങൾക്ക് മുൻപ് സായണാചാര്യൻ പ്രകാശവേഗത എഴുതിയിട്ടാണ് സൂര്യനെ നമസ്കരിച്ചത്. ആ സൂര്യൻ പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗമായതുകൊണ്ട് ഞാൻ രണ്ട് കയ്യും കൂപ്പി നമസ്കരിച്ചു. സൂര്യൻ വെറും അഗ്നിഗോളമാണെന്ന് ഭാരതീയർക്കറിയാമായിരുന്നു. അഗ്നയർവാ സൂര്യോ അജായത, അഗ്നി കൊണ്ടാ സൂര്യൻ ഉണ്ടായത് എന്ന് കൈവല്യോപനിഷത്ത് പറയുന്നുണ്ട്. ആ അഗ്നിയെ ഞാൻ നമസ്കരിക്കാൻ കാരണം മിത്രോജനാന്യാധയതി ഭ്രുവാണോ മിത്രോദാധാര പൃഥിവി ഉദധ്യാം മിത്ര കൃഷ്ടേരനിമിഷാപി ചഷ്ടേ മിത്രായ ഹവ്യം കൃതമജ്ജുഹോത പ്രസമിത്രമർത്തോ അസ്തു പ്രയസ്വാൻ യസ്ത ആദിത്യ ശിക്ഷതേർവ്രതേന നഹന്യതേ ന ജീയതേ. ഒരിക്കലും നാശമില്ലാത്ത, ഒരിക്കലും ജനനമില്ലാത്ത സൂര്യദേവ അങ്ങാണ് ഭൂമിയുടെ സർവചരാചരങ്ങൾക്കും ആധാരഭൂതമായ ശക്തി എന്നുള്ളത് കൊണ്ട് മിത്രോ ആധാര പൃഥിവി, ഭൂമിയിലുള്ള സർവ്വതിനും മിത്രനാണ് ആധാരം എന്നറിഞ്ഞുകൊണ്ട് ആ മിത്രനായിക്കൊണ്ട് ഞാനിതാ അല്പം ഹവിസ്, അല്പം നെയ്യ്, അല്പം ചോറ് ഞാൻ ഈ അഗ്നിയിലേക്ക് കൊടുക്കുക. ഇത്രയും നെയ്യും കലശവും നമ്പൂതിരിമാരെയും വിളിച്ചു വരുത്തി പാറശാലയിൽ നടക്കുന്ന മഹായജ്ഞത്തെ കണ്ട് ചിലർ ചോദിച്ചു അത്രേ, എന്തിനാ ഇത്രയും വേസ്റ്റാക്കുന്നത് എന്ന്. നമ്മൾ വേസ്റ്റാക്കാറില്ല. ദിസ് ഈസ് കോൺട്രിബ്യൂട്ടഡ് ടു ഹൂം ഇറ്റ് ഈസ് ഗിവൺ. ആരാ ഇത് തന്നത്? സൂര്യനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ 15 മിനിറ്റ് സൂര്യഗ്രഹണം ഉണ്ടായി കഴിഞ്ഞ 3-4 വർഷത്തിനിടയ്ക്ക് 2 പ്രാവശ്യം. പണ്ടുള്ളവര് പറഞ്ഞിരുന്നു രാഹു സൂര്യനെ പിടിക്കുന്നത് കൊണ്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ അശുദ്ധമാണ്,
അതുകൊണ്ട് ഒരിക്കലും പുറത്തു വരരുത് എന്നുള്ളതാണ്. ആധുനിക ശാസ്ത്രം പറഞ്ഞു രാഹു കേതു തിയറി എല്ലാം അന്ധവിശ്വാസമാണ്, നിങ്ങൾക്ക് പുറത്തു വരാം, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം, കോവളത്തേക്ക് പോകാം, ശംഖുമുഖത്തേക്ക് പോകാം, റോട്ടിൽ കൂടെ സൂര്യനെ നോക്കാതെ നടക്കാം. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമി വിദ്യാർത്ഥികളോട് പറഞ്ഞു സൂര്യഗ്രഹണം എന്ന ഭാരതീയ ചിന്താധാര അന്ധവിശ്വാസമാണ് എന്ന് എഴുതി അവർക്കറിയിച്ചാൽ അവരൊരു ഫിലിം അയച്ചു തരും. ആ ഫിലിം വെച്ച് നിങ്ങൾക്ക് സൂര്യനെ നോക്കാം. ഭാരതത്തിലെ രാഹു കേതു തിയറി പറഞ്ഞിരുന്നത് പുരാണത്തിലായിരുന്നു, ആസ്ട്രോണമിയിൽ ഭാരതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഛാദയതി ശശി സൂര്യം ശശിനം ച മഹതി ഭൂഛായ. ഛാദയതി മറയ്ക്കുന്നു, ശശി ചന്ദ്രൻ, സൂര്യം സൂര്യനെ ചന്ദ്രൻ മറയ്ക്കുന്നു, ശശിനം ച ചന്ദ്രനെയാകട്ടെ മഹതി മഹത്തായ ഭൂഛായ ഭൂമിയുടെ നിഴല് മറയ്ക്കുന്നു. തത് ഇതി ഗ്രഹണമധ്യം അത് പൂർണ്ണമായാൽ പൂർണ്ണഗ്രഹണമാണ് എന്ന് 1700 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ ഭാരതത്തിൽ ഗ്രഹണം എന്ന അന്ധവിശ്വാസത്തെ എതിർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറക്കിയ ശാസ്ത്ര സംഘടനകള് ഈ ഗ്രഹണ സമയത്ത് കണ്ട ഒരു കാഴ്ചയുണ്ട്. ഈസ്റ്റ് ഫോർട്ട് മുതൽ ചെങ്കോട്ടുകോണം ആശ്രമം വരെ കൃത്യം ഗ്രഹണ മധ്യത്തിൽ സ്കൂട്ടർ ഓടിച്ചു പോകാൻ ഭാഗ്യം കിട്ടിയ എനിക്ക് റോഡ് സൈഡിൽ ഒരൊറ്റ മനുഷ്യനെ കാണാൻ സാധിച്ചില്ല. എന്താ ഈ ആധുനിക ശാസ്ത്ര യുഗത്തിലേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ശാസ്ത്രം പ്രമാണം കൊടുത്ത് ശാസ്ത്രം അനുമതി കൊടുത്തിട്ട് പോലും ആരും പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് പണ്ടത്തേക്കാൾ ശാസ്ത്രീയ അന്ധവിശ്വാസികളാണ് ഇപ്പോഴുള്ളത്. കാരണം പണ്ടുള്ളവര് ഫിലിം ഇല്ലാതെ സൂര്യഗ്രഹണം കണ്ടിരുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ചാണകവെള്ളം എടുത്ത് അതിലൂടെ സൂര്യനെ നോക്കാൻ അമ്മൂമ്മമാര് പറയും അൾട്രാവയലറ്റ് രശ്മികള് 100% അബ്സോർബ് ചെയ്യാൻ, ആഗിരണം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ലിക്വിഡാണ് ചാണകവെള്ളം. ചാണകവെള്ളത്തിലൂടെ സൂര്യനെ നോക്കിയാൽ കണ്ണിന് യാതൊന്നും സംഭവിക്കില്ല എന്ന് 1500 വർഷമായി പറഞ്ഞിരുന്നത് ഇന്നും ശരിയാണെന്ന് തെളിയിച്ചിട്ട് പോലും എന്തുകൊണ്ടാ ആൾക്കാർ പുറത്തേക്ക് വരാത്തത്? അവർക്കൊരു തോന്നല് സൂര്യനോട് കളിച്ചാൽ ചിലപ്പോ കളി പഠിക്കും എന്നായിരിക്കാം. ആ സൂര്യ ചൈതന്യം കുറച്ചു സമയത്തേക്ക് ഭൂമിയിലേക്ക് വരാതെയായപ്പോൾ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. 2 ദിവസം സൂര്യൻ ഭൂമിയിലേക്ക് വന്നില്ലെങ്കിൽ എന്തു സംഭവിക്കും എന്നുള്ളത് ഉറപ്പിച്ചു മനസ്സിലാക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തത് കൊണ്ടാണ് സൂര്യന്റെ മഹത്വം അറിഞ്ഞ ഭാരതീയ ഋഷിവര്യന്മാര് സൂര്യന്റെ ഡയമീറ്റർ 4450 യോജനയാണെന്ന് കൃത്യമായി ഗണിച്ചതിന് ശേഷം സൂര്യന്റെ ആംഗുലർ ഡയമീറ്റർ 32 മിനിറ്റാണ് പ്രഭാതത്തിൽ, 31 ആംഗുലർ മിനിറ്റാണ് നട്ടുച്ചയ്ക്ക് എന്ന് കൃത്യമായി ഗണിച്ചെടുത്ത, ആധുനിക ശാസ്ത്രത്തെ പോലെ ഗണിച്ചെടുത്ത ഈ ഋഷിവര്യന്മാര് സൂര്യനെ നമസ്കരിക്കാൻ കാരണം ഞാനും നിങ്ങളും 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളും 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങൾക്കും ആധാരഭൂതമായിരിക്കുന്നത് സൂര്യനാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ്. സൂര്യന്റെ ചൈതന്യത്തെ വെറും ടെസ്റ്റ് ട്യൂബ് കൊണ്ട് മാത്രം അനലൈസ് ചെയ്യാൻ സാധ്യമല്ല. ഞാനും നിങ്ങളും ജീവിക്കുന്നത് ആ ചൈതന്യത്തിന് ആധാരഭൂതമായതുകൊണ്ട് ആ സൂര്യനെ ഞാൻ നമസ്കരിച്ചു. മഹതോ മഹീയാൻ എന്ന് പറയുന്നത് പോലെ രുദ്രത്തില് ഗിരയശ്ചമേ പർവതാശ്ചമേ ശിഖതാശ്ചമേ വനസ്പതയശ്ചമേ ഓഷധയശ്ചമേ എന്ന് പറഞ്ഞ് പർവ്വതങ്ങൾക്ക് നമസ്കാരം പറയുന്നുണ്ട്, നദികൾക്ക് നമസ്കാരം പറയുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, ഈ രുദ്രത്തില് ഉഴുന്നിനും ഉലുവയ്ക്കും യവയ്ക്കും അരിക്കും ഗോതമ്പിനും നമസ്കാരം പറയുന്നുണ്ട്. കാരണം അത് റേഷൻ കട വഴി കൊടുപ്പിച്ച മന്ത്രിമാരെ സ്മരിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു. അതിനൊരു കാരണമുണ്ട്. ഒരു പാത്രത്തിനകത്ത് നിങ്ങളുടെ വീട്ടിൽ അടുക്കളയിലുള്ള ഉഴുന്ന് എത്ര ദിവസം ഇരിക്കുന്നു എന്ന് നോക്കുക. നിങ്ങൾക്ക് എത്ര ദിവസം ആ ഉഴുന്ന് അവിടെ ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ അത്രയും കാലം ആ ഉഴുന്ന് അതേപോലെ ഉണ്ടാവും. വൈകുന്നേരം ഒരു ദിവസം 1/2 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞ് ആ ഉഴുന്നൊന്ന് നോക്കുക, അതെല്ലാം മുളച്ചിരിക്കും.
എന്നിട്ട് ഉഴുന്നിനോട് ചോദിക്കുക, നിന്നോട് ആരാ മുളയ്ക്കാൻ പറഞ്ഞത്? ഈ മുളയ്ക്കാനുള്ള ഊർജം നിനക്ക് എവിടെന്നാ കിട്ടിയത്? ഈ രീതിയിൽ മുളയ്ക്കാൻ പറഞ്ഞത് ആരാ? ഉഴുന്ന് പതുക്കെ ഉത്തരം പറയും, വളരെ പതുക്കെ പറയും, ഇതെല്ലാം പ്രകൃതി നിയമമാണ്, ഇതൊന്നും എന്നോട് ചോദിച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത്, ഇതെല്ലാം പ്രകൃതിയുടെ നിയമമായതുകൊണ്ട് എന്നിൽ ഈശ്വര ചൈതന്യമുണ്ട്. യവാ ആഷ്ടമേ മാഷാ ആഷ്ടമേ തിലാ ആഷ്ടമേ ഗോധൂമാഷ്ടമേ മസുരാഷ്ടമേ പ്രിയങ്കവഷ്ടമേ നവഷ്ടമേ ശ്യാമാകാഷ്ടമേ നീവാരാഷ്ടമേ. 9 ധാന്യങ്ങളെ കുറിച്ച് പറഞ്ഞ് അവയ്ക്ക് നമസ്കാരം പറയാൻ കാരണം ഉഴുന്ന് ദോശയുണ്ടാക്കിയിട്ട് എൻ്റെ ശരീരത്തിലുള്ള ചൈതന്യം ഉണ്ടാക്കുന്നത് കൊണ്ടല്ല, അതിനകത്ത് എൻ്റെ ശരീരത്തിലുള്ളതുപോലെ തന്നെ ജീവചൈതന്യത്തെ കുറിച്ച് ഇനി ഒരു 2000 വർഷത്തോളം ബയോകെമിസ്ട്രി പ്രൊഫസർമാര് ശ്രമിച്ചാലും ജീവൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ആ ജീവജാലങ്ങളിലുള്ള ചൈതന്യത്തെ നമസ്കരിക്കുകയല്ലാതെ സാധ്യമല്ലാത്തത് കൊണ്ട് അവരതിനു മുമ്പിൽ നമസ്കരിച്ചു. അതുപോലെ ബ്രാഹ്മണർക്ക് മാത്രം ചൊല്ലാനാണ് രുദ്രം എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നമ പുഞ്ചിഷ്ടേഭ്യോ നിഷാദേഭ്യശ്ച. മുക്കുവന് നമസ്കാരം പറഞ്ഞിട്ടുണ്ട് രുദ്രത്തില്, വേടന് നമസ്കാരം പറഞ്ഞിട്ടുണ്ട് രുദ്രത്തില്. വേടനും മുക്കുവനും ശ്രീരുദ്രത്തില് നമസ്കാരം പറയണമെങ്കിൽ അവരെക്കാൾ ഉയരാനോ അവരെക്കാൾ താഴാനോ ആർക്കു വേണമെങ്കിലും സാധിക്കും. വേദവ്യാസൻ ബ്രാഹ്മണനായിരുന്നില്ലല്ലോ, വേദവ്യാസൻ മുക്കുവനായിരുന്നു. അദ്ദേഹമാണ് 3,97,000 അക്ഷരങ്ങളുള്ള ഋഗ്വേദത്തെ 1,93,000 പദങ്ങളിൽ 11,556 ഋക്കുകളിലാക്കി 64 അധ്യായങ്ങളിലായിട്ട് 8 അഷ്ടകങ്ങളായി ക്രോഡീകരിച്ച വേദവ്യാസൻ ബ്രാഹ്മണനായിരുന്നില്ല. അദ്ദേഹത്തിനെ ഗുരുവിന്റെ രൂപത്തിൽ വ്യാസപൂർണിമയുടെ അന്ന് നമസ്കരിക്കുന്ന എല്ലാ ബ്രാഹ്മണർക്കും ഓർക്കാം, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഓർക്കാം. ഈ ചൈതന്യം വന്നത് ഋഗ്വേദത്തിന്റെ 57% മന്ത്രങ്ങൾ എഴുതിയ വിശ്വാമിത്രൻ ബ്രാഹ്മണനായിരുന്നില്ല, ക്ഷത്രിയനായിരുന്നു. ആ മന്ത്രങ്ങളെല്ലാം ചേർത്ത് നമസ്തേ രുദ്രമന്യവൗതോദയിഷവേ നമഃ, നമസ്തേ അസ്തു ധന്വനേ ബാഹുഭ്യാമുദതേ നമഃ, യാതയിഷു ശിവതമാ ശിവം ബഭൂവതേതനോ ശിവാശരവ്യായ തവതയാനോ രുദ്രമൃഡയാതേ രുദ്ര ശിവാതനൂരഘോരാ പാപകാശിനി. നമ്പൂതിരിമാര് രുദ്രം ചൊല്ലുന്നതിൽ നിന്നും വ്യത്യസ്തമായ രീതിയാണ് ഇത്. നമ്പൂതിരിമാര് രുദ്രം ചൊല്ലുന്നത്, ഇവിടെ പ്രഗത്ഭരായ പണ്ഡിതരുണ്ട്, ശൗനക ശിക്ഷപ്രകാരം അവർ രുദ്രം ചൊല്ലും. ഞാനിപ്പോ ചൊല്ലിയത് യജ്ഞവൽക്യ ശിക്ഷപ്രകാരം. അല്പം വ്യത്യാസമുണ്ട്. അർത്ഥം ഒന്ന്, അക്ഷരം ഒന്ന്, പദം ഒന്ന്, സന്ദേശം ഒന്ന്, അവയുടെ ചൈതന്യം ഒന്ന്. ആ ചൈതന്യമുള്ള രുദ്രത്തിന്റെ എല്ലാ വിവരണങ്ങളും അക്ഷരം പ്രതി ചൊല്ലിയാണ് അതിരുദ്രം നടത്തുന്നത്. ഭാരതീയ ചൈതന്യത്തിന്റെ ഈശ്വര സങ്കല്പത്തില് ശ്രീരുദ്രത്തിനും ശിവക്ഷേത്രത്തിനുമുള്ള ആ ഉജ്ജ്വലമായ സന്ദേശം മറ്റൊന്നിനുമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അതേ രുദ്രത്തില് അവർ അർച്ചന നടത്തുന്ന സമയത്ത് അരത്തമെറ്റിക്കൽ പ്രോഗ്രഷനും പറയുന്നുണ്ട്. ഇന്നുവരെയും ഒരു റിലീജിയസ് പുസ്തകത്തിലും ഒരു സ്പിരിച്വൽ പുസ്തകത്തിലും 1, 3, 5, 7, 9, 11, 13, 15 അതിനൊക്കെ നമസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടോ? 1 നമസ്കാരം, 3 നമസ്കാരം. അത് രുദ്രത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ലോകത്തില് അതിപ്രഗത്ഭരായ ഗണിതജ്ഞന്മാര് രുദ്രത്തെ അംഗീകരിക്കുന്നത് ദ ഫസ്റ്റ് മാത്തമാറ്റിക്കൽ ബുക്ക് ഇൻ ദ വേൾഡ്. ഏകാചമേ തിസ്രശ്ചമേ പഞ്ചചമേ സപ്തചമേ നവചമേ ഏകാദശചമേ ത്രയോദശചമേ പഞ്ചദശചമേ സപ്തദശചമേ നവദശചമേ ഏകവിംശതിശ്ചമേ ത്രയോവിംശതിശ്ചമേ പഞ്ചവിംശതിശ്ചമേ സപ്തവിംശതിശ്ചമേ എന്ന് പറഞ്ഞ് അവസാനത്തിലേക്ക് ഒരു പോക്കുണ്ട്. വാജശ്ച പ്രസവശ്ച ബിജശ്ച ക്രതുശ്ച സുവശ്ച മൂർധാച വ്യസ്നിയശ്ചാന്ധ്യായനശ്ചാന്ധ്യശ്ച ഭുവനശ്ച ഭുവനശ്ചാധിപതിശ്ച. അരത്തമെറ്റിക്കൽ പ്രോഗ്രഷനിലൂടെ കടന്ന് സംഖ്യയെ പ്രപഞ്ചം മുഴുവനും വ്യാപിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുവന്ന് ഞാനിതാ നമസ്കാരം ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ സന്ദേശം
Rudram is not merely a spiritual wordings of mantras, but it has got all the metallurgical information, all the agricultural information, it has got the mathematical information. ആ ചൈതന്യത്തെയാണ് അതിരുദ്ര മഹായജ്ഞ സംഘാടകര് പാറശാലയിലേക്ക് കൊണ്ടുവന്ന് പൂജിക്കാൻ വേണ്ടി തയ്യാറായത് എന്ന് പറയുമ്പോഴാണ് ഭാരതീയ ചിന്താധാരകളില് ശാസ്ത്രവും ആത്മീയതയും ഇടകലർന്ന് ചൈതന്യവത്തായി വളരുന്നതിൻ്റെ സന്ദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ഈശ്വര സങ്കല്പത്തിൻ്റെ അടിസ്ഥാന വാക്കുകളിൽ 2 പദങ്ങൾക്കാണ് ഞാൻ വിവരണം നൽകിയത്. മൂന്നാമതൊരു പദമുണ്ട്, അണൂരണീയാൻ മഹതോ മഹീയാൻ ആത്മാ ഗുഹായാം നിഹിതോസ്യ ജന്തു. ആത്മാവിൻ്റെ രൂപത്തിൽ സർവജീവജാലങ്ങളിലും വർത്തിക്കുന്ന ചൈതന്യമേതാണോ അതാണ് ഭാരതീയ ചിന്താധാര പ്രകാരം ഈശ്വര സങ്കല്പം. ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ ഈശ്വരനെ പ്രതിഷ്ഠിച്ചത് എവിടെയാണ്? ചിന്തിക്കാൻ സാധിക്കുന്ന ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ജീവജാലങ്ങളിൽ വർത്തിക്കുന്ന ചൈതന്യം അത് ഈശ്വരനാണ് എന്ന് പറയാൻ ഭാരതീയർക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. പിന്നെ സാധിച്ചിട്ടുണ്ട് മോസ്റ്റ് മോഡേൺ സയന്റിസ്റ്റുമാർക്ക്, ഭാരതീയരല്ലാത്ത വിദേശ ശാസ്ത്രജ്ഞന്മാർക്കും ഭാരതീയരായ പഴയ വ്യക്തികൾ മുതൽക്ക് ഇന്ന് വരെ ജീവിച്ചിരിക്കുന്ന സർവർക്കും സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം യഥാർത്ഥത്തില് വേദം മുഴുവനും പഠിച്ചു കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കാൻ സാധിക്കുക? ഈ ഒരു ചോദ്യം യജ്ഞവൽക്യ മഹർഷിയോട് ശിഷ്യന്മാര് ചോദിച്ചു അത്രേ. അതിന് ഉത്തരം പറയാൻ വേണ്ടി 4 ശിഷ്യന്മാരെ അയച്ചു. അവസാനം അതൊരു വലിയ കഥയാണ്, കഥ മുഴുവനും ഞാൻ പറയുന്നില്ല. ഇവര് വേദത്തിന്റെ സന്ദേശം പലതാണെന്ന് ശിഷ്യന്മാര് പറഞ്ഞു എങ്കിലും യജ്ഞവൽക്യ മഹർഷി പറഞ്ഞു കൊടുത്തു, ഋഗ്വേദം മുഴുവനും പഠിച്ചാൽ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു സന്ദേശമുണ്ട്. പ്രജ്ഞാനം ബ്രഹ്മ, അറിവാണ് ബ്രഹ്മം. സ്വബോധം, കോൺഷ്യസ്നസ്, സെൽഫ് അവയർനെസ്, അതാണ് ഈശ്വരൻ. എത്ര വ്യക്തമായി പ്രജ്ഞാനം ബ്രഹ്മ എന്ന് ഏതാണ്ട് 4000 BC-യില് യജ്ഞവൽക്യൻ പറഞ്ഞ അതേ മഹാവാക്യത്തെ നാസയിലെ ശാസ്ത്രജ്ഞന്മാര് 1997 അംഗീകരിച്ചിരിക്കുന്നു.